നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം. അതിലൂടെ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാം. നമ്മുടെ വീട്ടുപടിക്കൽ പ്രൊഡക്റ്റ് എത്തും. അതിലൂടെ വേണമെങ്കിൽ നമ്മൾക്ക് വിൽപ്പന നടത്താം. ഇങ്ങനെ പറയുമ്പോൾ ഇത് പോസിബിൾ ആണോ? അവിടെയാണ് നമ്മൾക്കൊരു തിരിച്ചറിവ് വേണ്ടത്. ഇതിനേക്കാൾ ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റ് ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യലുണ്ട്. അതാണ് അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത 30 വർഷം മുൻപ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ പ്രൊഡക്റ്റുകളും ആഡ് ചെയ്ത് വന്ന ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനി. ഒന്ന് ചിന്തിച്ചു നോക്ക് അല്ലെ. ഇന്ന് 5 വയസ്സുള്ള കുട്ടികൾ വരെ അതിലൂടെ പർച്ചേസ് ചെയ്ത് തുടങ്ങി. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ. അപ്പൊ ഈ സൂപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഏതൊരു സാധാരണ വ്യക്തികൾക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ ഒരു ഡിജിറ്റൽ സ്റ്റോറിന്റെ ഓണറായിട്ട് വരാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് പറഞ്ഞത്. ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കട എടുക്കേണ്ട, തട്ടടിക്കേണ്ട, പ്രൊഡക്റ്റ് ഇറക്കി വെക്കേണ്ട, GST നോക്കണ്ട, ലൈസൻസ് നോക്കണ്ട, ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. ഏതൊരു സാധാരണ വ്യക്തിക്ക് ഇതിന്റെ ഓണറായി വരാം. അതിനെന്താണ് ഇവിടെ ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ₹1 നഷ്ടപ്പെടാണ്ട് 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും അവരുടെ ജാതിയോ മതമോ കുലമോ കളറോ ചോദിക്കാതെ, അവർക്ക് ജോലിയിലോ ബിസിനസ്സിലോ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കാതെ, എഴുത്തോ വായനയോ ഉണ്ടോ എന്ന് ചോദിക്കാതെ, ഏതൊരു സാധാരണ വ്യക്തികൾക്കും ₹1 നഷ്ടപ്പെടാണ്ട് ഈ ഒരു ഡിജിറ്റൽ സ്റ്റോറിന്റെ ഓണറായി മാറാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇവിടെ പ്ലാൻ പറഞ്ഞു അല്ലെ, നമ്മളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികൾക്ക് എന്തെങ്കിലും ₹1 നമ്മൾ കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട. നമ്മുടെ ഈ കമ്പനിയുടെ ചെയർമാനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്തെങ്കിലും ₹1 കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ 5, 10, 15, 20, 30, 40 വർഷമായിട്ട് എവിടുന്നൊക്കെയോ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കടയൊന്ന് മാറി അതേപോലത്തെ ഫിജി കാർഡ് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ആധാർ കാർഡും നമ്മുടെ പാൻ കാർഡും നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസ് കൊടുത്താൽ അവിടെ ഈ ഡിജിറ്റൽ സ്റ്റോറിന് ഒരു ലൈസൻസ് നമ്പർ ഒന്ന് കിട്ടും. നമുക്ക് ആ ഡിജിറ്റൽ സ്റ്റോറിന്റെ ഒരു ഓണറായി മാറാം. ആ ഓണർഷിപ്പ് നമ്മൾ എടുത്താൽ നമ്മളൊരു വൺ ടൈം പർച്ചേസ്, ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒരു 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ്, അതും ജീവിതത്തിൽ ഒരൊറ്റ തവണ പർച്ചേസ് ചെയ്താൽ ആ പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കാം. നമ്മൾക്ക് കിട്ടുന്നത് ഒരു ഡിജിറ്റൽ സ്റ്റോറിന്റെ ഓണർഷിപ്പ് ആണ്. പെർമനന്റ് ഐഡിയ ആണ്. നോക്കൂ, നമുക്ക് ഈ കമ്പനിയിലെ ടാർജറ്റോ പ്രഷറോ ടെൻഷനോ ഒന്നുമില്ല. എന്തുകൊണ്ട് ടെൻഷൻ ഇല്ല? കാരണം ടാർജറ്റ് ഇല്ല. കാരണം നമ്മൾ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം നമുക്ക് വൺ ടൈം പർച്ചേസിലൂടെ ഈ പാർട്ണർഷിപ്പ് കിട്ടി. നാളുകളിൽ ഇതിലൂടെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയാൽ പോലും നമ്മൾക്ക് വരുമാനമാണ്. നമ്മൾ ഇത് റെഫർ ചെയ്താലും നമ്മൾക്ക് വരുമാനമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ₹1 നഷ്ടപ്പെടാനില്ല. പെർമനന്റ് ഐഡിയ ആണ്. ID കട്ടാവുമെന്ന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമുക്ക് ഒരു പെർമനന്റ് ഐഡി കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. കാരണം നിശ്ചിത എമൗണ്ടിന്റെ പ്രൊഡക്റ്റ് എല്ലാ മാസവും വാങ്ങിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് ഏതൊരു കമ്പനിയിലും നമുക്കൊരു ID കിട്ടുക. പക്ഷെ ഫിജി കാർട്ടിൽ ഞാൻ എന്നൊരു വ്യക്തി ഇന്നില്ലെങ്കിലും എന്റെ നോമിനിക്ക് എന്റെ ഷോപ്പ് ഉപയോഗിക്കാം. എനിക്ക് കിട്ടുന്ന വരുമാനങ്ങൾ എന്റെ നോമിനിക്ക് ആണെന്നുള്ളതാണ്. അപ്പൊ ഒരു വൺ ടൈം പർച്ചേസിലൂടെ നമുക്ക് ഈ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഉൽപ്പന്നങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. പ്രൊഡക്റ്റുകൾ കൊണ്ടു നടന്ന് വിൽപ്പന നടത്തേണ്ട. കാരണം എന്താ? ഇ-കൊമേഴ്സും ഡയറക്ട് സെല്ലിംഗ് കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിന്റെ ഗുണം എന്താണ്? ഈ ഡയറക്ട് സെല്ലിംഗ്, കമ്പനി ഉൽപ്പാദിക്കുന്ന പ്രൊഡക്റ്റുകൾ ഇ-കൊമേഴ്സിലൂടെ കച്ചവടം ചെയ്യുന്നു. ഫ്ലിപ്കാർട്ട് പോലെ, ആമസോൺ പോലെ ഇന്ത്യയിൽ എവിടെയും ഈ കമ്പനി പാർസലായിട്ട് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നു. ഇന്ത്യയിൽ എവിടെയും കമ്പനി പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കും. നമ്മൾ കൊണ്ടു നടന്ന് വിൽപ്പന നടത്തണ്ട എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഷാഹിന മാഡം പ്ലാൻ പറഞ്ഞു ഇ-കൊമേഴ്സും ഡയറക്ട് സെല്ലിംഗും ബ്ലെൻഡ് ചെയ്തിട്ട് ഇന്ത്യയിൽ വന്ന ആദ്യത്തെ കമ്പനി എന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. ഇനി ഈ ബിസിനസ് നമ്മൾ ഒരു സ്റ്റോർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് കമ്പനിയിൽ നിന്ന് പ്രൊമോഷൻ ചെയ്യുക അല്ലെ. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒന്ന് പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ ലക്ഷങ്ങളും കോടികളും ഇന്ന് സാധാരണക്കാർ വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വീടിനടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. വലിയ സൂപ്പർ മാർക്കറ്റാണ്. വലിയ ഓഫറിൽ അവരുടെ പ്രൊഡക്റ്റ് കിട്ടുന്നു. ഇത് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ അയൽവക്കക്കാരോടോ ഫാമിലിനോടോ നമ്മൾ പറയും, തുക ഇന്ന സൂപ്പർ മാർക്കറ്റിൽ നല്ല ഓഫർ കിട്ടുന്നുണ്ട്. നമ്മുടെ അയൽവക്കക്കാരോ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അവിടെ പോയി പ്രൊഡക്റ്റ് വാങ്ങുന്നു. പക്ഷേ ആ സൂപ്പർ മാർക്കറ്റ് മലയാളിക്ക് അറിയില്ല ഇത് നമ്മൾ പറഞ്ഞിട്ടാണ് ഇവരെല്ലാം വന്ന് അവിടെ പ്രൊഡക്റ്റ് വാങ്ങിയെന്ന്. അതുകൊണ്ട് അവർ ഒരു ലാഭവും നമുക്ക് തരില്ല. കാരണം അവർക്ക് തിരിച്ചറിയാനുള്ള സിസ്റ്റം ഇല്ല. ആമസോണിലെ ഫ്ലിപ്കാർട്ടിൽ തന്നെ നമ്മളൊരു 10 ഓഫറിൽ കുറെ ഫോൺ കിട്ടി. നമ്മൾ ആ ഓഫർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് എടുത്ത് മറ്റുള്ളവർ കണ്ടാൽ പോലും അതിൽ അവിടെ പോയി പ്രൊഡക്റ്റ് വാങ്ങി നമുക്ക് ആമസോണിൽ ഒരു മെയിൽ അയക്കാണ്. ഞാനൊരു 10 പേരോട് പറഞ്ഞു, ഈ 10 പേര് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ലാഭം എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരത്തില്ല. കാരണം അത് നമ്മൾ മുഖാന്തരമാണ് ആ സെയിൽ വന്നത് എന്ന് തിരിച്ചറിയാനുള്ള സിസ്റ്റം ആമസോണോ ഫ്ലിപ്കാർട്ടിനോ മീഷോയ്ക്കോ ഫേസ്ബുക്കിനോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ എങ്ങനെയാണ് നമ്മളിലേക്ക് വരുമാനം എത്തുന്നത്? നോക്കൂ, ഇവിടെ ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല. ഇടനിലക്കാരോ പരസ്യക്കാരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും പോകുന്ന ആ വരുമാനമാണ്, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ആണ് നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ഡിവൈഡ് ചെയ്തത്. ഇതാണ് ലോക രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ബൂമിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ലെക്സ് സോപ്പ് വാങ്ങാണ് അല്ലെ. സാധാരണക്കാർ കൂലിപ്പണി എടുത്തുകൊണ്ട് ഒരു വ്യക്തി വരുന്നു, വൈകിട്ട് ഒരു ലിസ്റ്റ് കൊടുക്കുന്നു, പ്രൊഡക്റ്റുകൾ വാങ്ങി ഷോപ്പിൽ പോയി വാങ്ങുന്നു. അവിടെ ഒരു 36 രൂപ, 38, 40 രൂപ ഉണ്ട് ഇന്ന് ലെക്സ് സോപ്പിന്. ഇത് ഉണ്ടാക്കാനുള്ള ചില 7 രൂപ, 8 രൂപ, 9 രൂപയാണ്.
9 രൂപയുള്ള സോപ്പ് 27 രൂപ അധികം കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന ആ വരുമാനമാണ് നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് തരുന്നത്. നമുക്കൊരു ഓൺലൈൻ ഷോപ്പ് കിട്ടിയാൽ നമ്മൾ ഇത് റെഫർ ചെയ്യുക. നമുക്ക് സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഫ്രാൻസ് എവിടെയും, ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഷോപ്പുകൾ ഓപ്പൺ ചെയ്യാം. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളൊരു 10 ലക്ഷം മുടക്കി ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ടു. ആ സൂപ്പർ മാർക്കറ്റ് ഇട്ടിട്ടുണ്ട് എങ്കിൽ ആ സൂപ്പർ മാർക്കറ്റ് ഡെയിലി 5000 രൂപ നമുക്ക് വരുമാനമുണ്ട് എങ്കിൽ ഇനി 100 വർഷം കൊണ്ടുവന്നാൽ 5000 തന്നെ കിട്ടുക. പക്ഷേ അവിടെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിന് വേറെ ബ്രാഞ്ച് കൊടുക്കുകയാണെങ്കിലോ, ഇപ്പൊ പാലക്കാട് നിന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ള ഒരു വ്യക്തി വേണമെങ്കിൽ തൃശ്ശൂർ സൂപ്പർ മാർക്കറ്റ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് മലപ്പുറത്ത് ഇടാം, അല്ലെങ്കിൽ കോഴിക്കോട് ഇടാം, അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ഓരോ ഷോപ്പിലും നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ ഇടാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ ഫിജി കാർട്ട് ഇ-കൊമേഴ്സ് ഡിജിറ്റൽ സ്റ്റോറിന്റെ ഓണർ നമ്മളായാൽ ഈ അവസരം നമ്മളൊന്ന് റെഫർ ചെയ്യുക, ആ തൊഴിലവസരം നമ്മളൊന്ന് കൊടുക്കുക. അങ്ങനെ ഓരോ കുടുംബത്തിനും ഒരു ഡിജിറ്റൽ സ്റ്റോറിന്റെ ഓണർഷിപ്പ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഷോപ്പിലൂടെയൊക്കെ നടക്കുന്ന കച്ചവടങ്ങളുടെ ലാഭം നമുക്ക് തരാം. ഞാൻ നേരത്തെ പറഞ്ഞ ആമസോണോ ഫ്ലിപ്കാർട്ടിലോ അങ്ങനെ ഒരു സിസ്റ്റം. ഇപ്പൊ നെറ്റ്വർക്ക് പറഞ്ഞ ബൈനറി മെത്തേഡ് അല്ലെ, +2 കൊമേഴ്സിലേക്ക് സബ്ജക്റ്റ് ആണ്, MBAക്കും BComനൊക്കെ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, നെറ്റ്വർക്ക് ബൈനറി മെത്തേഡിലൂടെയാണ് ഈ ബിസിനസ് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു പാർട്ണർഷിപ്പ് കിട്ടിയാൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയും ഷോപ്പുകൾ കൊടുക്കാം. ആ ഷോപ്പുകളിൽ നാളെ കച്ചവടം നടന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആമസോണോ ഫ്ലിപ്കാർട്ടിനോ ഇല്ലാത്ത സിസ്റ്റം ഫിജിക്കാരനുണ്ട്. കാരണം നമ്മളൊരു ഷോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിലൂടെ ഈ ബിസിനസ് വളർന്നിട്ടുണ്ടെങ്കിൽ ആര് മുഖാന്തരമാണ് ഈ സെയിൽ വന്നത്? ഒരു വ്യക്തി നമ്മുടെ പാർട്ണർ സ്റ്റോറിൽ ഒരു പഞ്ചസാര വാങ്ങി, അല്ലെങ്കിൽ ഒരു ചായപ്പൊടി വാങ്ങി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡ്രസ് ഐറ്റംസ് വാങ്ങി, ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങി, ഇത് ആര് മുഖാന്തരമാണ് ഈ സെയിൽ വന്നത് എന്ന് തിരിച്ചറിയാനുള്ള സിസ്റ്റം ഫിജി കാർട്ടിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആരാണോ ഇടനിലക്കാരായി വന്നത്, ആരാണോ പരസ്യക്കാരായി വന്നത്, അവർക്ക് ഈ വരുമാനം, അല്ലെങ്കിൽ ഈ ഇടനിലക്കാർക്കോ പരസ്യക്കാർക്കോ കൊടുക്കുന്ന വരുമാനം കൊടുക്കാൻ കമ്പനിക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ് ഫിജി കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാലഘട്ടം ഒരുപാട് മാറി, ടെക്നോളജി ഒരുപാട് മാറി. ഇന്ന് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു 15 വർഷം മുമ്പ് പ്രൊഡക്റ്റ് വാങ്ങാൻ മടിച്ചിരുന്നവരെ അവരെന്താ ചെയ്തേ? ഇന്ന് ആ കമ്പനി പോലും ആവശ്യപ്പെടാതെ അങ്ങോട്ട് പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ പ്രൊഡക്റ്റ് വാങ്ങാൻ നോക്കൂ. നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്റ്റുകളാണ് ആമസോൺ ഫ്ലിപ്കാർട്ടിലൂടെ നമ്മൾ കാണുന്നത്, നമ്മൾ വാങ്ങുന്നത്, നമ്മൾ വാങ്ങി. ഇതിന്റെ ലാഭങ്ങൾ മുഴുവൻ അമേരിക്കയിൽ പോകുന്നു. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖല ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് വലിയൊരു തൊഴിലവസരം കൊടുത്തുകൊണ്ട് നമ്മുടെ സാധാരണപ്പെട്ട ആളുകൾക്ക് വരുമാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ഫിജി കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇനി ഇതിന്റെ വരുമാന മാർഗ്ഗങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഈ പാർട്ണർഷിപ്പിന്റെ ഒരു ഓണർ ആയാൽ നമ്മൾ 10, 15, 20 വർഷമായിട്ട് എവിടെ നിന്നൊക്കെയോ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ നമുക്ക് ഒരു വരുമാനം ഇല്ല. പക്ഷെ ഇവിടെ ഒരു വൺ ടൈം പർച്ചേസിലൂടെ ഡിജിറ്റൽ സ്റ്റോറിന്റെ ഓണർ നമുക്കൊരു കടയുടെ ഓണർഷിപ്പ് കേട്ടാണ്, അതിലും നമ്മുടെ കടയാണ്. ആ കടയിലൂടെ നാളുകളിൽ പല്ല് തേക്കുന്ന ഒരു പേസ്റ്റ് വാങ്ങിയാൽ നമ്മൾക്കൊരു റീറ്റെയിൽ ലാഭമുണ്ട്. നമ്മൾ എന്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങിയാലും നമുക്കൊരു റീറ്റെയിൽ ലാഭമുണ്ട്. ഈ റീറ്റെയിൽ ലാഭം നമ്മൾ മറ്റുള്ള എവിടെയെങ്കിലും കിട്ടുമോ? നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ഷോപ്പിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ലാഭം കിട്ടുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഫസ്റ്റ് വരുമാനം, റീറ്റെയിൽ ലാഭം ഷാഹിലമ്മയുടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഇനി ഈ ബിസിനസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 20 രൂപ മുതൽ അല്ലെ, ഒരു ദിവസം ഒരു 20,000-30,000 രൂപ വരെ ഈ ബിസിനസ്സിലൂടെ നമുക്ക് നേടാം എന്ന് പറഞ്ഞു. അപ്പോൾ ചിന്തിച്ചു നോക്കി, ഇത് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ്. നമ്മളൊരു ടീം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീമിലൂടെ കൃത്യമായിട്ടുള്ള 1500 സൈസുള്ള മാച്ച് ചെയ്താൽ 30,000 കൊടുക്കുമെന്ന് പറഞ്ഞ കമ്പനി 7 വർഷം കൊണ്ട് നിരവധി വ്യക്തികൾക്ക് അത് കൊടുത്ത് പ്രൂഫ് ചെയ്ത് കഴിഞ്ഞ ഒരു കമ്പനിയാണ്. പിന്നെ ജനറേഷൻ ബോണസ് നോക്കൂ. നമ്മുടെ നാളുകളിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റോറുകളിൽ റീപർച്ചേസ് നടന്നാലും അതിന്റെ ലാഭം ഒരു തരത്തിലുള്ള ഒരു വരുമാനം അല്ലേ, നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് അല്ലെ ജനറേഷൻ ബോണസ് ആയിട്ടും കമ്പനി നൽകുന്നുണ്ട്. ഇത് കൂടാതെ ഒരു ഫാമിലി ഹെൽത്ത്, ലോകത്ത് ഏത് കുടുംബം ആഗ്രഹിക്കുന്നില്ലേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്? നോക്കൂ, ഫിജി കാർട്ട് എന്ന് പറയുന്ന ഒരു അവസരം ഏറ്റെടുത്ത് കേവലം 13 റാങ്ക് ഉണ്ടെങ്കിൽ കേവലം 3ാമത്തെ റാങ്കിൽ ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് നടക്കുന്നത്. നിങ്ങളുടെ വീടിനടുത്തുള്ള എല്ലാ പ്രമുഖ ഹോസ്പിറ്റലുകളും ഈ ഹെൽത്ത് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സെയിൽസ് മാനറിൽ വർക്ക് ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് ഇന്ന് ബീന മാഡം നിങ്ങളുടെ മുമ്പിൽ MC കൈകാര്യം ചെയ്തത്. അതുപോലെ ഒരു അറബി ടീച്ചർ ആകാൻ ആഗ്രഹിച്ച ഷാഹിന മാഡം ഇന്ന് സെയിൽസ് മാനാണ്, ഹെൽത്ത് ഇൻഷുറൻസിന് എലിജിബിൾ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു മൂന്നാമത്തെ റാങ്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു നിത്യവരുമാനം, നിങ്ങൾ ഫിജി കാർട്ടിന്റെ ലക്ഷങ്ങൾ കിട്ടും, കോടികൾ കിട്ടും, ഒന്ന് മാറ്റി വെക്കുക. സാധാരണക്കാരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ കമ്പനി 13 റാങ്ക് ഉണ്ട്, പക്ഷെ കേവലം 3ാമത്തെ റാങ്കിൽ സെയിൽസ് മാനേജർ പോസ്റ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഒരു മന്ത്ലി പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തവരോട് ചോദിച്ചു നോക്കും. മനോഹരമായ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വരുമാനം. കാരണം ഒരു 10,000 മുതൽ ഒരു 25,000 നിത്യവരുമാനമാണ് കമ്പനി കൊടുക്കുന്നത്. എന്താണ് പെർഫോമൻസ് ബോണസ്? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ത്യയിൽ ഓൾ ഓവർ ഒരു മാസം നടക്കുന്ന ടോട്ടൽ ബിസിനസ്, കാരണം ഫിജി കാർട്ട് 10-23 കമ്പനികൾ ചെമ്മണ്ണൂർ ഗ്രൂപ്പിനുണ്ടെങ്കിലും ഫിജി കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ചെമ്മണ്ണൂരിന്റെ തൊഴിലാളികളായിട്ടല്ല,
തീർച്ചയായിട്ടും നമ്മളിവിടെ ഒരു ചെമ്മണ്ണൂർ ഇൻഡസ്ട്രിയിൽ ഒരു പാർട്ട്ണർ സ്റ്റോറിന്റെ ഉടമയായിട്ടാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിൽ ഇന്ത്യയിലുള്ളവർ ഒരു മാസം നടക്കുന്ന ടോട്ടൽ ബിസിനസ്, അത് ഞാനോ അല്ലെങ്കിൽ ഇവിടെ പ്ലാൻ പറഞ്ഞ മേഡോ അല്ലെങ്കിൽ MC ചെയ്തോ മേഡോ കൊണ്ടുവരുന്നതല്ല. ഇന്ത്യയിൽ കഴിഞ്ഞ മാസം എത്രയാണോ ഫിജിക്കാൽ കച്ചവടം നടന്നത്, ആ ടോട്ടൽ ബിസിനസ്സിൽ ലാഭവിഹിതത്തിന്റെ 1% സാധാരണപ്പെട്ട സെയിൽസ് മാനേജർ അല്ലെങ്കിൽ മൂന്നാമത്തെ റാങ്കിൽ നിൽക്കുന്നവർ അതിൽ മുകളിലോട്ട് കൊടുക്കുന്ന കമ്പനിയാണ് ഫിജിക്കാട്ട് എന്ന് പറയുന്നത്. ഇന്ന് 10,000 രൂപ മുതൽ 30,000 ഉള്ളിൽ ഒരു നിത്യവരുമാനമാണത്. തീർച്ചയായിട്ടും ഇന്ന് ലക്ഷക്കണക്കിന് എഴുത്തും വായന അറിയാത്ത ആളുകൾ വരെ ആ ഒരു വരുമാനം നേടി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, ഏതെങ്കിലും ഒരു കമ്പനി, ആ കമ്പനിയിൽ ഒരു മാസം നടക്കുന്ന ടോട്ടൽ ബിസിനസിന്റെ ലാഭവിഹിതത്തിന്റെ 1% അവിടെ ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും കൊടുക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും പോസിബിൾ അല്ല, അല്ലെ? പക്ഷെ ഫിജിക്കാർട്ട് അത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യം. അപ്പൊ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളോട് വളരെ കൃത്യമായിട്ട് ചോദിച്ചു നോക്കുക, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് സാധ്യമായത്, ഇതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളൊരു കാര്യം ചോദിക്കുക. അതേപോലെ തന്നെ കമ്പനി അല്ലെ 13ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ ടോട്ടൽ കൊടുക്കുന്ന വരുമാനം 3.5 കോടി രൂപയാണ്. 3.5 കോടിക്ക് മുകളിൽ കമ്പനി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. 12ാമത്തെ റാങ്കിൽ 50 ലക്ഷം രൂപ പ്രീമിയം കാർ ഫണ്ട്. നോക്കൂ, ഇതൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 7 വർഷം കഴിഞ്ഞ് 8ാം വർഷത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ ഫിജിക്കാർ. നോക്കൂ, ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏകദേശം 20 മുകളിൽ വ്യക്തികൾക്ക് അത് കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ട്. പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ചിട്ട് HDFCന്റെ ചെക്ക് അദ്ദേഹം പബ്ലിക്കിന് മുമ്പിലൊക്കെ കൈമാറിയിട്ടുണ്ട്. സാധാരണപ്പെട്ട ആളുകളുണ്ട്. അതേപോലെ തന്നെ 1 കോടി രൂപയുടെ ബില്ല ഫണ്ട് 13ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാ. ഫിജിക്കാർട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏകദേശം 11ഓളം വ്യക്തികൾക്ക് ബോബി ചെമ്മണ്ണൂർ അത് കൈമാറുക, 10 മുകളിൽ വ്യക്തികൾക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ വരുമാനങ്ങളൊക്കെ കൊടുത്ത് പ്രൂഫ് ചെയ്ത് കഴിഞ്ഞ ഒരു കമ്പനിയാണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ ശക്തമായിട്ട് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കത്തുള്ളൂ, എന്തെങ്കിലും നമ്മൾക്ക് ഇതിലൂടെ നഷ്ടപ്പെടാനുണ്ടോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 1 ടൈം പർച്ചേസിലൂടെ ഈ ബിസിനസ് ഏറ്റെടുത്താൽ നമ്മൾക്ക് 1 രൂപ നഷ്ടപ്പെടാനില്ല. ഇനി രണ്ടാമത് നമ്മൾ ചിന്തിക്കണം, ഈ ബിസിനസ് ആർക്കെങ്കിലും കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? നോ. ഒരു 1 ടൈം പർച്ചേസ്, അവരെ വീട്ടിലേക്ക് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അല്ലാതെ നമ്മൾ ആരെ കയ്യും എന്താ പറയാ എമൗണ്ട് ഒന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ ഒരു 1 ടൈം പർച്ചേസിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ പേരിലേക്ക് കിട്ടി. കോടികൾ വിലമതിക്കുന്ന ഡിജിറ്റൽ ഓണർ ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു എന്റെ വൈഫ് ഈ പ്ലാൻ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ടൈം ഇല്ല എന്നുള്ളതാണ്. അവിടെയാണ് വൈഫ് പറഞ്ഞത്, നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് 3 തരത്തിൽ ഏറ്റെടുക്കാം. നമ്മൾ നിലവിൽ ചെയ്യുന്ന ജോലിയോടൊപ്പം നമുക്ക് ഏറ്റെടുക്കാം, പ്രൊഫഷണലായിട്ട് ഏറ്റെടുക്കാം, നമ്മുടെ ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് ചെയ്യാം. ഇനി ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പാർട്ട് ടൈം ആയിട്ട് ഏറ്റെടുക്കാം. അങ്ങനെ വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു ഫ്രീ ടൈമിൽ ഞായറാഴ്ച മാത്രം വർക്ക് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 3ാമത്തെ റാങ്ക് സെയിൽസ് മാനേജർ എത്തിയപ്പോൾ എനിക്ക് ഫാമിലി അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ തന്നെ ഒരു നിത്യവരുമാനം ഇതിലൂടെ നേടാൻ കഴിഞ്ഞു. വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ സെയിൽസ് ടീം സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ നോമിനിക്ക് കൂടി ആ ഒരു വരുമാനം കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ബിസിനസ് പ്ലാൻ കേട്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് നിയമങ്ങൾ എന്ന് വന്നു, അല്ലെ? അപ്പൊ നിയമങ്ങൾ പക്കാ ഒക്കെയാണ്. രണ്ടാമത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പാണ് കിട്ടുന്നത്, ഒരു ഡിജിറ്റൽ സ്റ്റോറിന്റെ ഓണർഷിപ്പാണ്. അതിൽ എല്ലാ ദിവസവും പ്രൊഡക്റ്റ്. ഇപ്പൊ 40-50 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾ നമ്മൾ ഇങ്ങോട്ട് എടുത്തു നോക്കുക, ഡയറക്ട് സെല്ലിംഗ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഉള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 7 വർഷം കഴിഞ്ഞ് 8ാം വർഷത്തിലേക്ക് കടന്ന ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. ഇത് മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ് ഇന്ന് പറയുക, അല്ലെ? മാതാപിതാ ഗുരു ദൈവമൊക്കെ മാറി, ഗൂഗിൾ ദൈവമാണ്. നമ്മുടെ 24 മണിക്കൂറും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഘടകമായി കൊണ്ടു നടക്കുന്ന സ്മാർട്ട് ഫോൺ നമ്മൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, എന്താണ് ഡയറക്ട് സെല്ലിംഗ് മേഖല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നോക്കൂ, സെൻട്രൽ ഗവൺമെന്റ് ഈ നിയമം വന്നപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി, അത് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി. അതിനുശേഷം ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരു നിർദ്ദേശം കൂടെ നൽകി, ഏതെങ്കിലും ഒരു വ്യക്തി ഡയറക്ട് സെല്ലിംഗ് മേഖല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ആ ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റ് വേണം, ആ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം. 2025 ഫെബ്രുവരി 19 സെൻട്രൽ സ്റ്റേഡിയം തിരുവനന്തപുരത്ത് പിണറായി വിജയൻ സാർ ഒരു സൈറ്റ് ഇനാഗ്രേഷൻ ചെയ്തു. എന്താണ് അത്, അല്ലെ? കൃത്യമായിട്ട് നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച പേഴ്സണൽ ലോണുകൾ നമ്മൾ ആ സൈറ്റിൽ കയറിയാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു കമ്പനിയുടെ പേര് കണ്ട് ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് ലീഗലാണ്, ചെയ്യാം. ഓക്കെ, നമുക്ക് ലോൺ എടുക്കാം, അല്ലെ? അതേപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് ഒരു വെബ്സൈറ്റ് വരുന്നു. ആ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, പ്രൊഫഷനായിട്ട് 100% ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നതും ഇങ്ങനെ തന്നെയാണ്. വൈഫിന്റെ ആങ്ങള വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി അന്ന് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ, ആ പ്ലാൻ കേട്ട സമയത്ത് ഒരു പാർട്ട് ടൈം ആയിട്ട് ഏറ്റെടുത്ത ഒരു ബിസിനസ്സാണ്, ഒരു ഫ്രീ ടൈമിൽ ഏറ്റെടുത്ത ബിസിനസ്സാണ്. പക്ഷെ ഇന്ന് നമ്മുടെ കരിയർ ആയിട്ട്, നമ്മുടെ പ്രൊഫഷനായിട്ട് ഇത് ഏറ്റെടുത്ത് ചെയ്യാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു വണ്ടർഫുൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്ലാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഷാഹിന മേഡം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് വലിയൊരു അറിവാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കാലഘട്ടങ്ങൾ മാറി, ടെക്നോളജി മാറി. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക,
ഒരു 15 വർഷം മുമ്പ് പറഞ്ഞാൽ നമ്മൾ ഇത് അംഗീകരിക്കില്ല. ATM കാർഡ് വന്നപ്പോഴും നമ്മൾ ഇത് അംഗീകരിച്ചില്ല അല്ലെ? പക്ഷെ ഇന്ന് ഒരു തൊഴിലുറപ്പിന് പോകുന്ന വീട്ടമ്മമാർക്ക് വരെ 2 ATM കാർഡുള്ള കാലമാണ് അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എന്ത് കാര്യത്തിനും എല്ലാം ഡിജിറ്റലായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ വരുമാനം കൂടി ഡിജിറ്റലായിട്ട് മാറാം. പിന്നെ ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഈ ബിസിനസ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വേണ്ട. ഇതൊരു ടീം വർക്കാണ് അല്ലെ? ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ടീം വർക്കോട് കൂടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ വർക്ക്ഷോപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഫ്രീ ടൈമിൽ ഞാൻ ഈ ബിസിനസ് നമ്മുടെ ടീമിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് ചെയ്യാൻ സമയത്ത് എന്റെ ബിസിനസ് ഗ്രോത്ത് കൂടി. അപ്പൊ അതിന് വരുമാനം നമുക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങിയപ്പം അതിലേക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ രീതിയിൽ ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ് അവസരം ഏറ്റെടുക്കാം. 1 രൂപ എന്ത് ചെയ്യേണ്ട, ഇവിടെ നഷ്ടപ്പെടുത്തി കളയേണ്ട ആവശ്യമില്ല. അപ്പൊ ടെക്നോളജിക്ക് അനുസരിച്ച്, കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് എന്നൊരു ബിസിനസ്സാണ്. ഇനി ഇത്രയും വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ നിങ്ങൾ കിട്ടും അല്ലെ? ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കിട്ടും ഒരു പാർട്ണർ സ്റ്റോർ. അതിൽ നിങ്ങൾക്ക് ആവശ്യമായ ഒരു 100 സീസോളത്തിന്റെ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് ചെമ്മണ്ണൂർ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പിൽ പാർട്ണർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ആർക്കും വർക്ക് ചെയ്യാം അല്ലെ? അവിടെ ആരും നിർബന്ധിക്കുന്നില്ല, ഒരു വർക്ക് ചെയ്യാം. അവിടെ ഈ അവസരം നമ്മളൊന്ന് റെഫർ ചെയ്യാൻ നിങ്ങളുടെ ടീം ആരാണോ കണക്ട് ചെയ്ത് അവരുമായിട്ടൊന്ന് കൂടിച്ചേർന്ന് ഒന്ന് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയിൽ ഇനി ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന, ലോകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇനി വരുമാനം കൊടുക്കാൻ പോകുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. അതിനൊപ്പം നമ്മൾ കൃത്യമായിട്ടൊന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ കേട്ടു അല്ലെ? ഈ കേട്ടതിന് ഇത്രയും വലിയ മനോഹരമായിട്ട് പ്ലാൻ പറഞ്ഞു. ഇനി നമ്മൾ ഇത് അറിയുന്നവരോട് പോയി ചോദിക്കും. നിങ്ങൾ അറിയാത്ത ആളുകളോട് പോയി ചോദിക്കുമ്പോൾ 2 കാര്യം, നിങ്ങൾക്കൊരു അവസരമാണ് നഷ്ടപ്പെടുക. ഇപ്പം ഇത് പോയി ചേച്ചി നമ്മുടെ അടുത്ത വീട്ടിലെ കണാരൻ ചേട്ടനോട് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം അല്ലെ? അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. ഇന്നലെ ഒരു പ്ലാൻ കേട്ടു, നല്ലൊരു അവസരമാണ്, ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെയാണ്, എനിക്കൊരു ഐഡിയ അടിച്ചിട്ടാലോ എന്നൊരു ആഗ്രഹമുണ്ട് അല്ലെ? എന്താ നിന്റെ അഭിപ്രായം? നീ എന്റെ കൂടെ കൂടുവോ? ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. തെറ്റാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ബിസിനസ് പ്ലാൻ കേട്ടിട്ടില്ല. കാരണം ഇന്ന് മനോഹരമായിട്ട് ഈ പ്ലാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഷാഹിൻ നമ്മുടെ വളരെ കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ പറഞ്ഞു തന്നു. ഈ പ്ലാനിന് എന്നാണ് നിയമം വന്നതെന്ന് നമ്മൾ ഈ ചോദിക്കുന്ന ആളുകൾക്ക് അറിയില്ല അല്ലെ? ഇതിന് എന്നാണ് നിയമം വന്നതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ അതിന്റെ അമരക്കാരൻ എന്ന് ഒരുപക്ഷെ അവർക്ക് അറിയണമെന്നില്ല. ഇതിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പ്രൊഡക്റ്റ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയില്ല. ഇതിന്റെ ഒരു ഡിജിറ്റൽ സ്റ്റോറിന്റെ ഓണറായിട്ടാണ് നമ്മൾ വരുന്നത് എന്നൊരു കാര്യം ഒരു പക്ഷെ അവർക്ക് അറിയണമെന്നില്ല. പോട്ടെ, എന്തിനു പറയുന്നു, 3ാമത്തെ റാങ്കിൽ കിട്ടുന്ന ഒരു നിത്യവരുമാനം, മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്താണെന്നോ അതെങ്ങനെ കമ്പനിക്ക് കൊടുക്കാൻ കഴിയുന്നു ഇവിടെ അവർക്ക് പറഞ്ഞു തരാൻ അറിയണമെന്നില്ല. ഈ കമ്പനിയിൽ കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് അതെങ്ങനെ കിട്ടുന്നു എന്ന് നിങ്ങൾ ഈ ഒന്നും അറിയാത്ത വ്യക്തികളോട് ചോദിക്കുമ്പോൾ പറഞ്ഞു തരണമെന്നില്ല അല്ലെ? ഇതിൽ കിട്ടുന്ന ഏതൊരു വരുമാനവും അവർക്ക് പറഞ്ഞു തരണമെന്നില്ല. ഫിജി കാർട്ടിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് അറിയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക. 100% നിങ്ങളുടെ ഏത് സംശയങ്ങളും തീർത്തു തരാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. കാരണം അവർ ഈ ബിസിനസ്സിൽ വന്നു, ആ ബിസിനസ് കൃത്യമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു മാസ്റ്റർ പ്ലാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തത്. ഒന്ന് നോക്കൂ, കാലഘട്ടം ഒരുപാട് മാറിയില്ലേ? നമ്മളിവിടെ ഒരുപാട് കുടുംബങ്ങൾ പല നാനാഭാഗങ്ങളിൽ ഇരുന്നിട്ട് ഇന്ന് ഈ മീറ്റിംഗ് കാണുന്നുണ്ട്. ഇതുപോലെ നാളുകളിൽ നിങ്ങൾക്കും ഈ ബിസിനസ് വളർത്താൻ പറ്റും. വലിയൊരു അവസരമാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത്. കിട്ടിയ അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഈ ഒരു മേഖല, ഇതുപോലത്തെ ഒരു അവസരം ഇനി നമുക്ക് കിട്ടില്ല. കാരണം ഒന്നും നഷ്ടപ്പെടാതെ ഇത്രയും വലിയൊരു ഗ്രൂപ്പിനൊപ്പം നമ്മുടെ തലമുറയെ കൂടെ സുരക്ഷിതമാക്കാൻ കഴിയുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി, അതാണ് ഫിജി കാർട്ട് കിട്ടി. ജിജി നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഞാൻ ഗൾഫിലായിക്കോട്ടെ, ഞാൻ വർക്ക്ഷോപ്പ് നടത്തിക്കോട്ടെ, ഞാൻ എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് ഒരു വരുമാനവുമില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ കഴിയും, ഫിജി കാർട്ട് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു അവസരം ഒരു 1 ടൈം പർച്ചേസ് ചെയ്തതിന്റെ പേരിൽ ഞാൻ ഇന്ന് കമ്പനിയുടെ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജറാണ്. എനിക്ക് ഇന്ന് എന്താണോ വരുമാനം കിട്ടുന്നത് അത് ഞാനെന്നൊരു വ്യക്തി മരണപ്പെട്ടാലും എന്റെ നോമിനിക്ക് ആ ഷോപ്പിന്റെ ഉടമ. കാരണം ജിജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഒരു ആളെ ചേർന്നിട്ടല്ല, ഞാൻ എന്റെ ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു പാർട്ണർ സ്റ്റോറാണ്. ജിജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടാലും ആ ഷോപ്പിന് ഒരു നോമിനി ഉണ്ട്. ആ നോമിനിക്ക് 1 രൂപ പർച്ചേസ് ചെയ്യാണ്ട് എനിക്ക് ഇന്ന് എന്താണോ കിട്ടുന്ന വരുമാനം ആ നോമിനിക്ക് കൂടി എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു? ഞാനൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ് ചെയ്യാതെ ഓരോ കുടുംബങ്ങൾക്കും പാർട്ണർ സ്റ്റോറുകൾ കൊടുത്തിട്ടുണ്ട്, തൊഴിലവസരം കൊടുത്തിട്ടുണ്ട്. അതിലൂടെയൊക്കെ നാളുകളിൽ നടക്കുന്ന ബിസിനസിന്റെ ലാഭം എന്റെ ഷോപ്പിലൂടെയാണ് നടക്കുക. അപ്പോൾ കമ്പനി അത് എന്റെ നോമിനിക്ക് കൊടുക്കും. ഇതേ അവസരമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണോ ജോലിയുള്ളത് അതൊക്കെ, ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു പശുവിനെ വാങ്ങണമെങ്കിൽ അല്ലെ 75,000 രൂപ കൊടുക്കണം. ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ വീടിനടുത്ത് ഒരു പെട്ടിക്കട നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം.
അങ്ങനെയാണ് 2 ഗ്രാം സ്വർണ്ണം എടുക്കുന്ന പൈസ പോലും ഫിജിക്കാരിൽ ഐഡിയ എടുക്കാനില്ല. ഒരു വൺ ടൈം പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരാനും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഈ അവസരത്തിലൂടെ നേടിയെടുക്കാനും നമ്മുടെയൊക്കെ കുടുംബം സെക്യൂർ ആയതുപോലെ നിങ്ങളുടെ കുടുംബത്തെയും സെക്യൂർ ആക്കാനൊക്കെ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇസ്മീൻ ജിജിൻ, സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ഫിജിക്കാർ. താങ്ക് യു പിന്നെ മാഡം.